സ്കാൻ ചെയ്ത് എന്തോന്ന് എത്ര ലിറ്ററിൻ്റെ ഉണ്ട്? അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനാണ് റേറ്റ് കുറവായിട്ട് കാണുന്നത്. പക്ഷെ ഇൻക്ലൂഡിങ് മാറ്റാണ് കേട്ടോ. ലോഡിംഗ് മാറ്റ് 6.58 ഉള്ളൂ. അഡീഷണൽ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ട് എക്സ്പ്ലോഡിങ് ചെയ്യും. എത്ര ലിറ്ററിൻ്റെ അടിയത്? ഇത് 3.6 ലിറ്റർ. 6 ലിറ്റർ. നമുക്ക് അതിന് പകരം അല്ലെങ്കിൽ സോപ്പ് പൊടി എടുത്താൽ ഇത് പൊടിയാണ്. പൊടി പക്ഷെ ലാഭമാണോ? പൊടി എത്രയാണ്? അത് 7.49 ഇൻക്ലൂഡിങ് 8.98 വരും. അല്ല ഇത് അതാവുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. ലിക്വിഡ് ആവുമ്പോൾ പൊടിയാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് പൊടി എടുത്താൽ. പൊടി എന്തോരിൻ്റെ അളവ് എന്തോരം ഉണ്ട്? പൊടിയുടെ അളവ് 1.9 kg. 2 kg അല്ലേ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കി എല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ലാസ്റ്റ് ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ലിക്വിഡ് എടുക്കുവാണ്. എത്ര 2.5 ലിറ്റർ ഉണ്ടല്ലേ? വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് മറ്റു പൗഡറിനേക്കാളും. പിന്നെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. പൗഡർ ആകുമ്പോൾ കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. പക്ഷേ ശരിക്കണെന്താ, പക്ഷേ ഇതായിരിക്കും വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ ലിക്വിഡാണ് നല്ലത്. നമുക്ക് ഇതെടുക്കാം. ഇതെടുക്കുവാണ് അങ്ങനത്തേക്ക് വെക്ക്. നമുക്ക് പ്രാവശ്യം നട്ട്സൊന്നും എടുക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച നട്ട്സൊന്നും തീർന്നില്ലേ? ആരാ പറഞ്ഞാൽ തീർന്നില്ലെന്ന്? അതെല്ലാം തീർന്നില്ലേ? കുറച്ചും കൂടി ഇരിക്കണില്ലേ? അത് കഴിഞ്ഞിട്ട് അല്ല ഇനി അതിന് വേണ്ടിയിട്ട് വരണ്ടാക്കാം. എപ്പോഴാണ് വരുന്നതെന്ന് ഓർത്തിട്ടാ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാല്ലേ? ആ ഇവിടെ ഇവിടെ അടുത്ത സ്ഥലം. ഇതുണ്ടോ ചില്ലി ആൻഡ് ലൈം പിസ്ത, അതായത് ചില്ലി പൂണ്ട് ലൈമും ഇട്ടേക്കണ പിസ്ത. നല്ല വൃത്തിയുടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇതെടുക്കണം അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തോലെ എടുക്കാം. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്നത്. അതും മറ്റേതും തൊട്ടപ്പുറത്തിരിക്കുന്നു. കാഷ്യൂനായിട്ട് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നല്ലോ തിരിച്ച്. നമ്മൾ നട്ട്സ് എപ്പോഴും ഇങ്ങനത്തെ അല്ല എടുക്കുന്നത്, മിക്സ്ഡ് ആയിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റിയെടുത്താലോ? മാറ്റിയിട്ട് എന്തെടുക്കണം? സെപ്പറേറ്റ് ഉള്ളത് എടുക്കാനോ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാനോ? ഉള്ളത് എടുത്താൽ ഇത് സ്ഥിരം കഴിച്ച് ഇഷ്ടപ്പെടും. സെപ്പറേറ്റ് ഉള്ളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൂടും. നമുക്ക് നോക്കാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാം. നോക്കാം. ഓക്കെ, എന്നാൽ മുമ്പോട്ട് പോട്ടെ. കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായി അല്ല, കടല മിഠായി. നമ്മുടെ നാട്ടിൽ അതന്നെ, നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി. Very good value. With a spinach cake, bell peppers and carrots. And rosemary. They are amazing. They're baked and they're not fried. They're very good for you. They're organic, gluten-free, vegan-friendly, no artificial colours, no artificial preservatives. They are stunning, folks. Very good for you. Garden crisps, isn't it? Garden crisps. Perfect for snacking on. Baked and not fried. $6.89, folks, but you've got this big one here. Plus, you can see this straight up. Very good value. Red bell pepper and carrot. Yeah. Full of everything that's good. Are you with this little boy? No. My dad's over there. Oh, he's got to be. Sorry, he's got to be by your love. Sorry. Yeah, but you need to be a bit closer, love. You can't. Sorry.
Sorry, you have to be a bit closer. Sorry. Just in case. Very, very good value on these. I do for snacking on. It's perfect because you've got എന്താ സംഭവം ഇത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി പറയുന്നത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തതല്ല. ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനം. ഇതിനകത്ത് കുറേ പച്ചക്കറികൾ, സ്പിനാച്ച്, ക്യാരറ്റ് അതൊക്കെ വെച്ചിട്ട് ഫ്ലോറൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തേക്കണം. ഹെൽത്തിയാണ്, വെരി വെരി ഗുഡ് എന്നൊക്കെയാണ് അമ്മച്ചി പറയുന്നത്. നോക്കാം. yeah, by all means. We need to take care of that. When you get the tin, put everything in your trolley. Yeah. Everything you want to buy, put it in your trolley and then go to the till after. Alright, that's On fine. your way out. Yeah, cheers. Thank you so much. Have you been here before? Yeah. Oh, Right. thank you. Cheers. Have a good day. And you. Thank you. ഗാർഡൻ ക്രിപ്സ് നമ്മുടെ നാട്ടിലെ പക്കാവരയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. ഹെൽത്തിയാണ് അവർ പറയുന്നത്, ഡീപ് ഫ്രൈ ചെയ്തല്ല ബേക്ക് ചെയ്തെടുത്തേക്കുന്നതാണെന്നാണ് പറയുന്നത്. അതെ, നോക്കാം. പോട്ടെ ഉള്ളു ട്രാഫിക് ജാമാണല്ലോ. പിന്നെ എന്നിട്ട് നമുക്ക് ഡ്രൈഡ് എടുത്താലോ, ഡ്രൈഡ് ഫ്രൂട്ട്സ് എടുത്താലോ. ഏതാ വേണ്ടേ? ഫോറസ്റ്റ് മാംഗോയോ? മാംഗോ നല്ല പൈസയാ. ഇത് സണ്ണി ഫ്രൂട്ട്. അയ്യോ, ഇത് നാക്കിന്റെ തുമ്പത്തിരിക്കുന്നുണ്ട് ഇതിന്റെ മലയാളം. എന്താണ് ഓർഗാനിക് സൺഡ്രൈഡ് ഫിഷ്? ഇറ്റാലിയൻ ഫീക്കി എന്ന് പറയിട്ടില്ലേ? അയ്യോ, ഇത് അത്തിപ്പഴം. നമ്മുടെ നാട്ടിൽ അത്തിപ്പഴം എന്നൊക്കെ പറയില്ലേ? അത്തിപ്പഴം കഴിച്ചുള്ള അതുപോലത്തെ നല്ലതാണോ? നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. ഒരെണ്ണം എടുക്കാം, എടുത്തോ. പിന്നെ റേറ്റ് നോവാറ്റാണ്, റേറ്റും കുറവായിരുന്നു. ഇതൊരെണ്ണം എടുക്കട്ടെ? ആ, എടുത്തു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇത് മെലൻ ഇല്ല, ഇതെല്ലാം നോവാട്ട് ഐറ്റം ആണല്ലോ. മെലനുണ്ട്, പിന്നെന്താ ഇതുണ്ട്, ഡ്രൈഡ് പ്ലംസ്, ബ്ലൂബെറീസ്, ട്രോപ്പിക്കൽ ഡ്രൈഡ് ഫ്രൂട്ട്. കേട്ടോ. ആപ്രിക്കോട്ട് ഉണ്ടല്ലോ, ആപ്രിക്കോട്ട് നൈസാ. വിനോദേട്ടാ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ആപ്രിക്കോട്ട് എടുക്കാം. അത് നോവാറ്റാണ്. ശരിക്കും എന്ത് ഈ നോവാറ്റ് എന്ന് പറയുന്നത്? അതായത് വാറ്റ് മീൻസ് നമ്മുടെ GST പോലെ. ആ, നമ്മുടെ ടാക്സാണ്, വാലിയാറ് ടാക്സാണ്. ഓക്കെ. നോവാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് കണ്ടോ, 8.56 പ്രൈസ്. ആ, ഇത് ചിലപ്പോൾ വാറ്റും കൂടെ വരുമ്പോൾ ചിലപ്പം 9-9.5 ആവും, ചിലപ്പോൾ 10 ആവും. പക്ഷേ ചില പ്രോഡക്റ്റിന് വിത്ത് വാറ്റാണ്, ചില പ്രോഡക്റ്റിന് വിത്തൗട്ട് വാറ്റാണ്. ഇത് നോ വാറ്റാണ്. അതായത് 8.69 ഇവിടുന്ന് മേടിക്കുമ്പോഴും ബില്ല് ചെയ്യുമ്പോഴും അതേ പ്രൈസാണ്. പക്ഷേ ഇവിടെ ചില പ്രോഡക്റ്റിന് അവർ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടാവും, പ്ലസ് അതിന് ശേഷം ഇൻക്ലൂഡിങ് വാറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ താഴെ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടാവും. അപ്പം ബില്ല് ചെയ്ത് കഴിയുമ്പോൾ എക്സാക്റ്റ് പ്രൈസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വലിയ പ്രൈസില്ല, താഴെ ഇൻക്ലൂഡിങ് വാറ്റ് എന്ന് പറഞ്ഞ് ആ പ്രൈസാണ് നമ്മൾ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ വരും. അപ്പം നമുക്കതിനകത്ത് വലിയ ലാഭമായിട്ട് തോന്നത്തില്ല ഒന്നാമത് കാര്യം. അപ്പോൾ നമ്മൾ ആ താഴെയുള്ള ശരിക്കും ഇൻക്ലൂഡിങ് വാറ്റ് അല്ലെങ്കിൽ നോ വാറ്റ് ഓൺ ദിസ് ഐറ്റം, അതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മുടെ സംഭവം ഉണക്കിറച്ചി. ആ, ഉണക്കിറച്ചിയല്ലേ ഇത്? റെഡി ടു ഈറ്റ് സ്റ്റേക്ക് സ്ട്രൈപ്സ് അല്ലേ? നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല, എന്നാലും ഏകദേശം ആയിരിക്കും. ഇത് ഉണക്കിറച്ചി നല്ലതായിരിക്കും. നീ ഉണക്കിറച്ചി തിന്നിട്ടില്ലേ? അത് കഴിച്ചിട്ടില്ല, പക്ഷെ ഇത് കഴിച്ചിട്ടില്ല. ഇത് എനിക്ക് നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസസ് ഒന്നും ഉണ്ടാവൂല. അതായത് ഇതുപോലെ കുരുമുളക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രൂട്ടിന്റെ മിക്സ് അല്ലേ? ഞാൻ മുൻപേ പറഞ്ഞ സംഭവം ഇതാണ്. അതായത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഇത് കണ്ടോ, 6.99 എക്സ്ക്ലൂഡിങ് വാറ്റ്, ഇൻക്ലൂഡിങ് വാറ്റ് 8.38 ആവും. ഇപ്പോൾ സംഭവം ഇതിന് ഇൻക്ലൂഡിങ് വാറ്റുള്ള പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ്. നമ്മൾ ഈ പ്രോഡക്റ്റ് നോക്കിയാൽ ഇതിനകത്ത് നോ വാറ്റ് ഓൺ ദിസ് ഐറ്റമാണ്. അതായത് 6.49 നമ്മൾ ബില്ലിൽ പേ ചെയ്യുന്ന സമയത്ത് ഇത്ര തന്നെ ആവുള്ളൂ. പക്ഷേ മറ്റേ ഐറ്റം ആണെങ്കിൽ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 2 ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 6.99, പക്ഷേ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ 8.38 ആവും. അപ്പം അത്രയും വ്യത്യാസമുണ്ട്. ടെക്നിക്കലി നമ്മൾ നോ വാറ്റ് ഓൺ ദിസ് ഐറ്റം, അങ്ങനെ നോ വാറ്റില്ലാത്ത പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാവും. അതായത് ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് വാങ്ങണം. ജസ്റ്റ് കയറി ചുമ്മാ നോക്കിയിട്ട് വാ, എടുക്കുന്നില്ലെങ്കിലും ഷുഗർ നമുക്കിപ്പോൾ പ്രൊഹിബിറ്റഡ് ആണ്.
ഇതൊക്കെ പാക്കറ്റിന് എത്ര വില? എന്നാ നോക്കണേ? ഈ സാധനമല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓർമ്മ മേടിച്ചത്. അതെ, എനിക്ക് നോക്കിക്കൂടാന്നുണ്ടോ? ഉണ്ട്, നോക്കിക്കൂടാം. വാങ്ങിക്കാതിരുന്നാ പോര്, നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഷാട്ട അങ്ങോട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്. വേണ്ട, മറ്റേത് ഇപ്പോഴും അധികം ഉപയോഗിച്ചിട്ടില്ല. കൂളിംഗ് ഗ്ലാസ് നോക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിൽ പോകുമ്പോഴേ നാട്ടിൽ നിന്ന് കൺസൾട്ട് ചെയ്തിട്ടാണ് മേടിക്കുന്നുള്ളൂ. കളക്ഷൻ കുറവാണ് വളരെ, ഇതിനേക്കാളും നല്ല കളക്ഷൻ നാട്ടിലില്ല. ഇവിടെ കളക്ഷൻ ഉണ്ട്, എന്നാലും എനിക്ക് നാട്ടിലൊന്ന് കൺസൾട്ട് ചെയ്യണം കണ്ണ്, എന്നിട്ട് ഓർമ്മ മേടിക്കണം. അതെ, അതായിരിക്കും നല്ലത്. എന്താണ് ഷൂവിൻ്റെ അവിടെ ഒരു നിപ്പ്? കഴിഞ്ഞ ആഴ്ചയല്ലേ ഷൂ പോയി മേടിച്ചത്? ആ ഷൂ ആണ് ഇപ്പം ഇട്ടേക്കണത്. അതെ, ഇനി ഷൂ വേണ്ട, ഷൂ വാങ്ങിക്കുന്നില്ല. 6 മാസത്തേക്ക് നോ ഷൂ. നടക്ക് നമ്മൾ അന്ന് വന്നതിനേക്കാളും തിരക്കുണ്ടല്ലോ ഇന്ന്. ആ ശരിയാ. എന്താ കിച്ചൺ ടവൽസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ട, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്, നല്ല കളർ. പക്ഷെ ഈ കളറൊക്കെ എങ്ങനെ കിച്ചണിൽ ഉപയോഗിക്കണേന്ന് അറിയാൻ പറ്റില്ല അല്ലേ? അതും ശരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പോലത്തെ ഫുഡ് ഐറ്റം അല്ല ഇവർ കുക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മളെ പോലെ അത്രയും സെറ്റപ്പ് ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. നല്ല വൃത്തിയായിട്ടിരിക്കും. അതന്നെ, നമ്മുടെ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഡാർക്ക് കളറുള്ള കിച്ചൺ ടവലിലേക്ക് ആവശ്യം വരുന്നത്. And they work out, just you can split them as well. My friends just bought like half pack each, and they work out at $9.79 for the 12. They work out at 73 pence each. Thank you. Okay. They're a really good quality brand. നല്ലൊരു സംഭവം കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല സ്പൈസിയാണ്. ഇതെന്താ കിമ്മിച്ചി ചിക്കൻ? കിമ്മിച്ചി ചിക്കൻ ചൈനക്കാരുടെ എന്തോ സംഭവമാണ്. സാമ്പിള് കിട്ടി, പക്ഷെ നമ്മള് വാങ്ങിക്കുന്നില്ല. സാമ്പിള് കിട്ടിയെന്നാലും കഴിക്കാലോ, ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, പക്ഷെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര എരിവ്, ഭയങ്കര സ്പൈസിയാണ്. നമ്മുടെ കഴിക്കോ? ചൈനീസ് കഴിക്കും, പിന്നെ ചൈനീസ് കഴിക്കും, പക്ഷെ ഇവരിത് കഴിക്കുമെന്നുള്ളതാണ് സംശയം. ഇവിടെ ഉള്ളവർ ആരും മേടിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് ടെസ്റ്റിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്ത സാധനമാണ് ആൾക്കാർ മേടിക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ. ഇതിപ്പോൾ ആരും മേടിക്കുന്നില്ല. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ചുമ്മാ എടുത്തിട്ട് ഒറ്റ പോക കണ്ടോ, ആരും മേടിക്കുന്നുമില്ല, എന്താ സംഭവം എന്ന് കേൾക്കുന്ന പോലുമില്ല. ചുമ്മാ വരിക, എടുത്തിട്ട് പോവുക, എന്താ ഓസിന് തിന്നാൻ കിട്ടുന്നോണ്ടേ. അല്ലേലും അവിടുന്ന് എടുത്തിട്ട് കണ്ടില്ലേ മാറി നിന്ന് തിന്നണുണ്ടോ? ആരും മൈൻഡ് ആക്കണം കൂടി ഇല്ല, സംഭവം എന്താണ്, പ്രോഡക്റ്റ് എന്താണെന്നൊന്നും അന്വേഷിക്കുന്ന പോലുമില്ലേ. സാമ്പിള് തീർന്നു പോയി, എനിക്ക് നിറച്ചുണ്ടായിരുന്ന ഒറ്റ ഒരെണ്ണമില്ല. എല്ലാ എണ്ണവും എടുത്ത് വരിക, എടുത്തോണ്ട് പോവുക. അടുത്തതിലേക്ക് പോവാം. ഉള്ള ടീഷർട്ടൊക്കെ മതി. സ്വിംവെയർ ആടി കുട്ടികളുടെ. നീ നിനക്ക് കിഡ്സ് സെക്ഷൻ നോക്കണം, സൈസൊത്ത് ഇല്ല, ആക്ഷേപമില്ല.
ഞാൻ ആക്ഷേപിക്കില്ല. പൈജാമ സെറ്റാണോ? നല്ല തുണിയുണ്ട് ഇത്. തുണി പോവില്ല കണ്ടോ? പൈജാമ സെറ്റാണോ? പിടിച്ചു നോക്കിയേ, നല്ല തുണിയല്ലേ? പക്ഷെ ഡ്രയറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. ചുരുങ്ങിയല്ല പിന്നി പോകും. അലക്കാൻ പോകില്ല. അത് നമ്മൾ ഡ്രയർ യൂസ് ചെയ്യണ കാരണേ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചീത്തായി പോകും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അല്ല ക്വാളിറ്റി ആ മെറ്റീരിയൽ നല്ലതല്ലേ? ആ വീണാട്ടിക്കാതെ വാടി. ഇനി നീ അത് എടുക്കുന്നുണ്ടോ? ജിം വെയർ എടുക്കുന്നുണ്ട്. ജിമ്മിൽ പോകുന്നവർക്കല്ലേ അത് ആവശ്യമുള്ളൂ. ഞാൻ ഡ്യൂട്ടിയില്ലാത്ത ദിവസമൊക്കെ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിലോ? ആ കഴിഞ്ഞ ഒരാഴ്ചയുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ ആഴ്ച ഞാൻ പോയില്ലേ? സത്യം പറഞ്ഞോ? എൻ്റെ കൂടെ അല്ലേ വന്നുള്ളൂ ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യമോ? 2 ദിവസം. 2 ദിവസമോ? 2 ദിവസം. അതിൽ കൂടുതല. 3 ദിവസം ഞാൻ ജിമ്മിൽ പോയി. ഒരെടുക്കായിരുന്നല്ലേ? ഒരെണ്ണം എടുത്തു. ബ്ലാക്ക് വേണ്ട, എനിക്കുള്ളത് ബ്ലാക്കാണ്. വേറെ കളർ എടുക്കാം. വേറെ കളർ മാറ്റണേ. ബ്ലാക്ക് എടുത്ത് നോർത്തുണ്ട്. പിന്നെ കുഴപ്പം അല്ല, ബ്ലാക്ക് ഉള്ളതല്ലേ? പിങ്ക് എടുക്കട്ടെ? അജ്ജി ജിമ്മിൽ പിങ്ക് ഒക്കെ ഇട്ടിട്ടാണോ? ജിമ്മിൽ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാർക്ക് കളർ എടുക്കുന്നതാണ്. അതാ കമ്പനിയുടെ പേരാ, അല്ല അണ്ടർവെയർ അല്ലത്. അണ്ടർആമസ്. ഞാനത് എടുത്താൻ കുറെ നേരം എന്നെ ക്ഷമിക്കുന്നു. നീ എടുക്ക് സമയമില്ല. എന്തത്? പാൻ്റല്ലേ? ലീനൻ പാൻ്റല്ലേ? ബീച്ച് വെയർ ഓടിയിരിക്കുന്നത് ബീച്ച് വെയർ ഒന്നും അല്ലത്. അതുപോലെ ഇരിക്കുന്നു എന്നല്ലേ. എനിക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊക്കം കുറവ്, ഒന്നും കൂടി ചെറുതായ പോലെ. അത് കറക്റ്റൊന്നും എന്താണ്? ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്നതിന്റെ എൻ്റെ പിങ്ക് കളറിൽ. ആ അത് വേണ്ടടി. നമുക്ക് ഈ ഒരേ ടൈപ്പുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ബോറടിക്കൂലേ? ആ സ്ട്രൈപ്സ് ഉള്ളതല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ നല്ലതാ. കഴുത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങി കിടക്കൂലേ? പക്ഷെ പച്ച നിനക്ക് നല്ല കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. കഴുത്തിന്റെ വയറിന്റെ അവിടെ കിടക്കുന്നത് ഇറക്കം കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഡ്രസ്സ് ഇത് എന്ത് ഡ്രസ്സാണെന്നറിയോ? പൊക്കമുള്ള പെണ്ണുങ്ങൾ ഷോർട്ടായിട്ട് ഇടുന്ന ഡ്രസ്സാണ്. ആ മോഡലിനെ കൊടുത്തിരിക്കുന്നുണ്ടോ? അവർക്കാവുമ്പോ കഴുത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല. അത് തന്നെ എനിക്ക് നോക്കി എന്റെ വയറിന്റെ അടുത്ത കഴുത്ത്. അതാ പറഞ്ഞ പൊക്കം ഇല്ലാത്തവർക്ക് ഇടണ്ടല്ലോ അത്. എന്താ നോക്കണേ? ഇതെങ്ങനെയുണ്ട് ചേട്ടാ ഈ ജിം വെയർ? കൊള്ളാം, നല്ല കളറാ. ഇഷ്ടപ്പെട്ടു. നൈസാണ്. അതിന്റെ സെയിം ട്രൗസേഴ്സ് ഉണ്ട്. ഇവർക്കിതൊക്കെ അടുത്ത് വെച്ചൂടെ? അങ്ങനല്ലേ കൊണ്ടുവച്ചിരുന്നത്? ഉണ്ടോ? കുഴപ്പമില്ല, നല്ലതാ. അല്ലേ? എന്റെ റേറ്റ് ആണെങ്കിൽ 9.99 വാക്കുണ്ടായിനി. അത് കുഴപ്പമില്ല. ഉണ്ടായാലും വലിയ സീനില്ലല്ലോ. എടുക്കട്ടെ ഇത്? ആ എടുത്തു. അതിന്റെ സൈസ് നോക്കിയോ നീ? അതല്ല, പാൻറ്റിന്റെ സൈസ് അങ്ങനെയല്ല. അതിന്റെ സൈസ് വെച്ച് നോക്കിയ നീ. ആ മുടി മാറ്റിയിട്ട് മുടിയുടെ അടി കൂടെ വെച്ച് നോക്ക്. വലിക്കരുത്, വലിക്കാതെ വെക്ക്. രണ്ടറ്റം മുട്ടി അവിടെ. നീ വലിക്കാതെ വെച്ച്. നീ കുറച്ചു മുന്നേ വലിച്ചതുപോലെ ഫീൽ ചെയ്ത്. ചെറുതായിട്ട് മുട്ടുന്നില്ല. ഒരെണ്ണം എടുത്ത് വെച്ച നീ. എൻ്റെ മോളെ നീട്ടാതെ എവിടെ നിൽക്കും? അത് നീ മുകളിൽ കൈ കയറ്റി പിടിച്ചേക്കണേ. നിന്റെ ഷോൾഡറിൻ്റെ അവിടെ ഒക്കെ ഉണ്ടോ? അതുണ്ടോ? അത്രയും വന്നതുണ്ടോ?
ഇങ്ങനത്തെ ഡ്രസ്സ് കുറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഗൈസ്. നോക്കൂ, താഴെ നോക്കൂ, താഴെ കിടന്ന് വലിയാണ്, പിന്നെ കഴുത്ത് കിടക്കുന്നത് ഇവിടെ. ഇവിടെ തന്നെ ഹോം അപ്ലൈസ് ആണോ? മസാലയും ഇതൊക്കെയാണ്. അമ്മച്ചി ഇടി ഉണ്ടാക്കുമോ? കൈയൊക്കെ ഇട്ട് പിടിക്കുന്ന സാധനമാണ്. പേഷ്യൻസ് കൈ പിടിച്ചോണ്ടിരിക്കൂലേ? എന്ത് പില്ലയാണത്? ഡ്രീം ഓൺ നോട്ട് പില്ലോ. ആ, എന്നുവെച്ചാൽ എന്താ സാധനം? കളറുള്ള എടുത്ത് കാണിക്കും, പിങ്ക്. ഒരു മണി പോലെ ഇങ്ങനെ തൂക്കി പിടിക്കുക സാധനം. അതല്ല, അവിടെ നോക്ക, അതിനകത്തുണ്ടത്. ആ പിടിക്കുന്ന സാധനം ഉണ്ട്. അതല്ലടി, ഇത് ബക്കറ്റ് വീശുന്നത്. എന്നിട്ട് വെറുതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. എന്തോ ഒരു തില്ലോ അതെ, നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് പോ. ക്രിസ്മസ് ട്രീ ഒന്നും അല്ല അത്, ആ ചുമ്മാ ഒരു ട്രീ, അത്രേ ഉള്ളൂ. ക്രിസ്മസ് ആയിട്ടില്ല, ഓണമായിട്ടില്ല. ഓണത്തിന്റെ സാധനമൊക്കെ വരയ്ക്കാതെ സായിപ്പിനെന്താ ഓണം? ടെന്റ് ഉണ്ടാക്കി വെച്ചേക്കണാണോ അവരത്? എന്താണ്? കേട്ടില്ല. ആ, അപ്പുറത്ത് വേറൊരു സാധനം ഇരിക്കുന്നുണ്ടേ. സ്ലൈഡ് അല്ലേ? ചെറിയ പൂളൊന്നല്ല, നല്ല വലിയ പൂളൊക്കെ തന്നെയാ. അപ്പുറത്ത് ഹാലോവിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഹാലോവിന് അതിന് ഒക്ടോബറിൽ അല്ലേ? അതിന് 1 മാസം കൂടി ഉണ്ട്. കൊള്ളാട്ടോ, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് നോക്കി, വലിയ കാട്ടസ്ഥിക്കുളം. അത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ? അല്ല, അപ്പുറത്ത് ഇല്ല, അപ്പുറത്ത് സൈഡിലേക്ക് പോയി. ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ, ഒക്ടോബറിൽ ഇട്ടിട്ട് നടക്കാം. സ്പേസിൻ്റെ ആണ് തോന്നണത്. കൊള്ളാല്ലേ ഇത്? അവര് അതെ പെൺപിള്ളേരുടെ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട്. അവിടെ ഗേൾസിൻ്റെ എപ്പോഴും മാലാകമാരുടെ പോലത്തെ ഡ്രസ്സുകളായിരിക്കുള്ളൂ. ആണുങ്ങളുടെ ആണ് ഇത് വല്ല ചെറുത്താൻ്റെ രാക്ഷസന്റെ കുട്ടൂസിൻ്റെ ഒക്കെ ഡ്രസ്സ്. മറ്റേ സിൻഡ്രല്ലയുടെ ചിറകൊക്കെ ഉണ്ടല്ലോ. ആ, ഫുള്ള് കാണിച്ചത്, ഫുള്ളായിട്ട് കാണിച്ചേ. എനിക്ക് തോന്നുന്നു ആ ബ്ലൂ അതിലും ഭംഗി ഉണ്ടാവും. ഇത് അതൊരെണ്ണം എടുത്തേ. ചിറകൊന്നുമില്ല. ഇത് മറ്റേ ഫ്രോസൺ ആ സംഭവമാണെന്ന് തോന്നുന്നു. മറ്റേ എൽസ, അത് കേട്ടിട്ടുണ്ടോ? ഒരു കാർട്ടൂണോ ഫിലിമോ എന്തോ സംഭവം. യൂണിക്കോൺ ആർക്കാണ്? ജീനിയുടെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോൺ. തൊപ്പി, യൂണിക്കോണിന്റെ കൊമ്പ്. മറ്റേ അമ്മാമ്മ ചൂലും കൊണ്ടുപോകണം അമ്മാമ്മ. മന്ത്രവാദിനി, മന്ത്രവാദിനി.
ഹാലോവിൻ അടിപൊളിയാണല്ലേ. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം ഹാലോവിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഓഹോ, താങ്കളെപ്പോ പോയിക്കണ്? ഓക്കെ. എന്താണ് ഫ്ലൈറ്റില് ആ ലാപ്ടോപ്പ് വെക്കാം. നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴേ ഹാൻഡ് ബാഗായിട്ട് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ? ജെൻസിനല്ല ലേഡീസിന് യൂസ് ചെയ്യാൻ തോന്നുന്നു കണ്ടിട്ട്. ഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഈ ലാപ്ടോപ്പ് വെക്കാം. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ്സിന് ചെറിയ ബാഗേ പറ്റും. ആ അവർ ഇത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അളന്ന് നോക്കും. ബാഗ് നമ്മൾ ഇറങ്ങുമെന്ന് ഒരു സാധനത്തിൽ ഇട്ട് നോക്കും. ആ സാധനത്തിൽ കയറുന്ന ബാഗ് മാത്രം അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ റേനാസും ജെറ്റൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ബാഗാണെങ്കിൽ കറക്റ്റ് സൈസാണ്. കിവി എടുക്കണോ? കിവിതേ 1.97 ഉള്ളൂ. നോവാറ്റാണ് എടുക്കട്ടെ. ആ എടുത്തു. ഏതാ? ഇതാണോ? ആ ഇത് തന്നെ. എന്നിട്ട് 1 kg കിവിക്ക് 1 എത്രയായിരുന്നു? 1 സംതിങ്. അതില്ല 1.97. 1.97. 1 കിലോ ഉണ്ടല്ലേ? 1 കിലോ. കുഴപ്പമില്ലോ. നല്ല മാങ്ങ വേണം. നമ്മുടെ നാട്ടിലെ മറ്റേ പ്രിയൊരു മാങ്ങയൊക്കെ പഴുക്കൂലേ? മാങ്ങയാണ് ഇരിക്കണേ. നല്ല സ്മെല്ല്. നമ്മുടെ പ്രിയൊരു മാങ്ങയുടെ മാങ്ങ മേടിക്കടി നമുക്ക്. എന്നിട്ടേ നമുക്ക് ഫ്രൂട്ട്സിലും യോഗട്ടിലൊക്കെ ഇട്ട് കഴിക്കാം. മാങ്ങക്ക് പക്ഷെ പൈസ കൂടുതല. എത്രയാ? 4.97. മറ്റേ മാങ്ങ പേരയ്ക്ക പക്ഷെ നട്ട് റേറ്റ് നോക്കി പക്കത്തിൻ്റെ 1.90 പേരൊക്കെ വേണ്ട. പൈനാപ്പിൾ. പൈനാപ്പിളിന് 2 രൂപ. 2 പൗണ്ട്. 3 പൗണ്ട്. 2.99. മറ്റേ മാങ്കോസ് ടേസ്റ്റ് മറ്റേ മാങ്കോ തന്നെയാണ്. പക്ഷെ അതിനെത്രയാ? അതിനെത്രയാടി? ഈ മാങ്കോനോ 7 പൗണ്ട്. 7.99. 7.99 ലാർജ് മാങ്കോ. നോവാറ്റ്. പക്ഷെ ഇത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് സെയിം സാധനം തന്നെ. ഒരെണ്ണത്തിന് 99 പൈസ ഉള്ളൂ. ആണ്ടത് കപ്ലങ്ങ ഇരിക്കുന്നു. പപ്പായ അല്ലേ കപ്ലങ്ങ? കപ്ലങ്ങ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞേ കപ്പങ്ങ. കപ്പങ്ങ. കപ്പയോ? കപ്പങ്ങ. കപ്പന്നല്ല കപ്പങ്ങ. ഒരു അതെന്ത് കപ്പങ്ങ? ഞാൻ പപ്പായന്ന് കേട്ടിട്ടുണ്ട്. കപ്പങ്ങ എന്ത് പേരാണിത്? അതിന്റെ വില ഉണ്ടോ കേട്ടോ? പിന്നെ ഇതിന് ഇതിന്റെ വില 1000 രൂപ നാട്ടില്. വീട്ടില് നാട്ടില് അമ്മ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാം പറിച്ചു കൊടുക്കണ സാധനം ഹൗസിന്. കറി മേടിക്കാൻ വേറെ കറിക്ക് കൂട്ടാൻ വെക്കാൻ വേറെ ഒന്നും ഇല്ലാതെ വരുമ്പോൾ വീട്ടില് പറമ്പിൽ ഇറങ്ങി പറിച്ച് കറി വെക്കുന്ന സാധനമൊക്കെ ആയിരുന്നു അത്. വേണ്ടില്ലേ? ഇവിടെ ഇപ്പം ഇതിന് 1000 രൂപ. എന്താല്ലേ? വാങ്ങിയെടുത്താ? 2 വലിയ മാങ്ങ എടുത്തു. പിന്നെ കിവി. ക്രോസൈൻ വല്ലതും മേടിക്കണോ? പ്രോസസ്ഡ് ഫുഡ് എത്രയാണ്? 5.99. അത്ര അവക്കാടോയ്ക്കോ? അതെങ്ങനെയാ? ലാഭമാണോ അതോ അവിടത്തെയാണോ? അതെടുക്കും. ആണോ? ഓക്കെ. ടൊമാറ്റോ ഇച്ചിരി പൈസ കൂടുതലാണ്. ടൊമാറ്റോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളൂ. ഓക്കെ. ഇനി വെളുത്തുള്ളി, സവാള, ഇഞ്ചി ഇടിരിപ്പുണ്ട്. ഓക്കെ. ഫ്രഷ് ഫുഡിൽ കയറാം. ഫ്രഷ് ഫുഡ്സ്. സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചാലോ?
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കണ്ടത്, അതായത് അപ്പനെ കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചന്തയിലിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സംഭവം പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴേ ടേസ്റ്റ് ഇല്ല. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് മറ്റേ ഹരികൃഷ്ണൻസിൻ്റെ അകത്ത് ജോഗീച്ചോള കുക്ക് ചെയ്ത് മോഹൻലാലിന് മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഫേസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കഴിക്കുന്ന ആ ഫേസ്. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ, എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. എൻ്റെ ഫേസ് അതുപോലെ ആവോ കഴിച്ചു കഴിയുമ്പോൾ? ട്രൈ ചെയ്യാനേ കഴിക്കും, ഞാൻ കഴിച്ചില്ല. ഇതെടുക്ക് ഗ്രീന്. അടിയിന്ന് നോക്കി എടുക്കണം. പൊട്ടിരിക്കണേ വേറെ എടുക്ക്. സ്റ്റിക്കർ പൊട്ടിയതോ? മാറ്റിയെടുക്ക്. ഇല്ലെങ്കിൽ അത് മാറ്റി ഇപ്പൊ തന്നെ മാറ്റിക്കോ. നല്ലത് നോക്കിയെടുത്താൽ മതി. നമുക്ക് ഇവിടെ വേഗം പുറത്തിറങ്ങണം. നല്ല ഇഷ്ടമാണോ കിട്ടുകയാണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ആയതുകൊണ്ട് ഓക്കെ അല്ലേ അത്? എന്താ ക്യാൻഡി ഗ്രേപ്സോ? അതൊന്നും എടുത്തേ, ഗ്രേപ്സ് എടുത്തേ നോക്കട്ടെ. അത് ചീഞ്ഞ പോലെയൊക്കെ ഇരിക്കുള്ള ഗ്രേപ്സ്. വേറെ ഉണ്ടാവും നോക്ക്. അതെല്ലാം സെയിം ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് എക്സ്പയർ ആവാറായത് അവർ അത്ര റേറ്റ് കുറവിലിട്ട് എങ്ങനെയാണ് തോന്നേണ്ടത്. അത് എടുക്കണ്ട, അത് നമുക്ക് എന്തായാലും തിന്ന് തീർക്കാൻ പറ്റൂല അത്രയും ഗ്രേപ്സ്. ചപ്പാത്തി ഇതിന് റൈസ് കുറവാണ്. ഇതിനുള്ളിൽ 3 പാക്കറ്റ് ഉണ്ട് ചപ്പാത്തി. നമ്മളവിടെ ഏഷ്യൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ, ഇത് ഒരെണ്ണത്തിന് 3 സംതിങ് ആവും. ഇതിപ്പോൾ 3 സെറ്റിന് 349 നോ വാറ്റുമാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 പാക്കറ്റ് ഉണ്ട്. അതെ, ഇത് ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പാക്കറ്റിനാണ് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ഈ പൈസക്ക് മേടിക്കുന്നത്. മനസ്സിലായോ? 2-3 കൂടി എടുത്തോ. കറി മാത്രം മേടിച്ചിട്ട് ഇത് ചിക്കനും വെച്ചാൽ മതി. എന്നിട്ട് ചോറിന് വരുത് കഴിക്കാം. ഫിഷ് എടുക്കണ്ടോ? എടുത്തോ. സാൽമൺ എടുത്തു. നമ്മൾ സാൽമൺ കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ല, കാരണം നമ്മൾ അവിടുന്ന് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം പിന്നെ മേടിച്ചിട്ടില്ല, അതിന് മുന്നേ മേടിച്ചുള്ളൂ. സാൽമൺ എടുത്തു. അടിയെന്ന് പറഞ്ഞെടുക്ക്. റേറ്റ് നോക്കണ്ട, റേറ്റ് ഉള്ളത് എടുത്തു. ആ സൈഡിലേക്ക് വെക്ക്. സൈഡിൽ ആ ഗ്രേപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച്. അവിടെ ആ സൈഡിലേക്ക് ചെരിച്ച് അങ്ങനെ തന്നെ വെച്ചു. ഏത്? അതുകൊണ്ടാണ് പറഞ്ഞ സീബാസ് മേടിക്കണ്ടേന്ന്. തിലാപ്പിയ മേടിക്കണോ? തിലാപ്പിയ അയല എവിടെ? അതേ ഇരിക്കണു. എടുക്കട്ടെ? 1,306 ഉണ്ട് ഇത്. എടുത്താലോ? ഓക്കെ, അയല എടുക്ക്. ഏതാ? അത് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. തിലാപ്പിയും മസാല പിടിക്കുന്നില്ലോ. ചിക്കൻ നല്ല ലാഭമാണ്. അപ്പുറത്ത് ചിക്കൻ ഉണ്ട്, പക്ഷെ അത് മസാല എല്ലാം പുറത്തിതാ. നിനക്ക് ഏതാണ്ട് ഹോൾ ചിക്കൻ വേണോ മറ്റേതാണോ? ഹോൾ ചിക്കൻ ഇരിക്കുന്നത് നിന്റെ മുന്നിലിരിക്കുന്ന ഹോൾ ചിക്കൻ. റേറ്റ് നോക്കിക്കേ. 1 കിലോന് എന്തോ 2 സംതിങ് ആണെന്ന് തോന്നണം. നമ്മളവിടെ നിന്ന് വാങ്ങിക്കുന്നത് എത്രയാ? 3 സംതിങ് 4 സംതിങ് ഒക്കെ അല്ലേ 1 kg. അപ്പം ഇത് ലാഭമല്ലേ? കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കണം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. കുറച്ച് ദിവസമായി വിചാരിക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അടക്ക്
ഇനി അടുത്ത 4 ദിവസത്തേക്ക് ഓഫാണ്. പിന്നെ കേട്ടാ തൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ തോലി കളഞ്ഞത് എടുത്താൽ മതി. തോലി കളഞ്ഞ് കഷ്ടപ്പെടണ്ട. ആണോ? ഇതിനുണ്ടോ? ഇതിന് 2.5 കിലോയുടെ 2.25 കിലോന് 5 പൗണ്ടേ ഉള്ളൂ. ഇതിന് ഏകദേശം സെയിം കിലോ തന്നെ ഉള്ളൂ, പക്ഷെ ഇതിന് 13 പൗണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? 13 പൗണ്ട് എന്ന് വെച്ചുമ്പോ ഡബിളിനേക്കാളും കൂടുതൽ വരുക. എന്നാ പിന്നെ തൊലിയുള്ളത് എടുത്താൽ മതി. ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം തൊലി കളഞ്ഞി. ഇതുണ്ടോ? ഇത് നമ്മൾ മേടിച്ച ചിക്കൻ തൈസിന് സെയിം വിലയുടെ ചിക്കൻ തൈസ് നമ്മൾ മേടിച്ച 5 പൗണ്ടിനാണ്. ഇവിടെ ഇപ്പോൾ ഇതിന് 9 പൗണ്ടായി. അത് ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം അതിൻ്റെ കൂടെ ചാർജ് ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ മാരിനേഷനായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് മറ്റേ പാപ്പരിക്ക പൗഡർ ആയിരിക്കുള്ളൂ, ചില്ലിക്ക് പകരം. അത് എരിവൊന്നും ഉണ്ടാവൂല. മധുരമായിരിക്കും, ചെറിയൊരു മീറ്റ്. നമ്മൾ കോസ്കോ വന്നിട്ട് ബീഫ് മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്റ്റാഫുകളുണ്ടാവും. അവരോട് ഏകദേശം ഇതേ രൂപത്തിൽ നമുക്ക് ബീഫിൻ്റെ മീൻസ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എടുത്തു തരും. അപ്പം അങ്ങനെ എടുത്ത് തരുന്നതിന് ഇവിടെ വെച്ചിരിക്കുന്നതിനേക്കാളും റേറ്റ് കുറവിൽ അവരവിടെ നിന്ന് എടുത്തു തരും. എന്തിനാ റിപ്സ് ഒക്കെ നോക്കണേ? അല്ല, അതിന് നമുക്ക് സെപ്പറേറ്റ് എല്ലും കപ്പായിട്ട് മേടിക്കാൻ കിട്ടും, മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇങ്ങനെയല്ല, കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് അവർ ചെയ്തു തരും. ഏകദേശം ഇതിങ്ങൻ്റെ തന്നെ, പക്ഷെ ഇത്രയും വലിയ ഇതല്ല. അല്ലാത്തത് അവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തരും. അപ്പം നമുക്ക് റേറ്റ് കുറവാണ്. 17 സംതിങ് ഉള്ളൂ. ഇതിൻ്റെ ഇത്രയും ഭാഗമാണ്, ഇത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ ലിഡിലൊക്കെ വാങ്ങിക്കുമ്പോൾ 10 പൗണ്ടിനൊക്കെ കിട്ടുന്നത്. അതിന് എത്രയാണ് ഉള്ളിന്? ഇതിന് 17, പാക്ക് പ്രൈസ് 17. ഇതെന്താ ബീഫാണോ? ഇതെന്താ ബീഫ്? ലാമ്പാന്നോ? ബീഫ് 17 പൗണ്ടുണ്ട്. പിന്നെ 1.5 kg ഉണ്ട് കേട്ടോ. കൊള്ളാം. ബീഫ് എടുക്കുന്നില്ലല്ലോ. ചിക്കൻ എടുത്തില്ലേ? ബീഫ് അടുത്ത പ്രാവശ്യം. കൊറിയൻ ബീഫ്, സുഷി, കത്സു ചിക്കൻ സെറ്റപ്പാട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളതാണ് കത്സു ചിക്കൻ. നല്ല ടേസ്റ്റുമാണ്. രസമാണല്ലോ ഇത്. കൂടുതലുണ്ടല്ലോ മറ്റേ നമ്മുടെ ചൈനീസ്, കൊറിയൻ, ജാപ്പനീസ് അങ്ങനത്തെ ഫുഡ്സാണ്. ഇത് കിച്ചൺ ടൗലാണ് ഇരിക്കുന്നത്. കിച്ചൺ ടൗലാണോ? ഓണ വേണം ആണോ എന്നൊക്കെ. റേറ്റ് 16, 19 ഉണ്ട് എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. വൈപ്പ് ആൻഡ് ക്ലീൻ. എൻ്റെ ആവശ്യമില്ല. അത് തന്നെ, നമ്മൾ കരിക്കലത്തുണി ഉപയോഗിക്കും. അല്ല പിന്നെ നീ അത് നോക്കണേ. ഇത് എന്തോ 7 സംതിങ് എന്തോ ആയി, 8 സംതിങ് എന്തോ ആയി. ഇത് 2.5 ലിറ്ററും 200 ml കൂടി ഉണ്ട്. അത് എത്ര ലിറ്റർ ഉണ്ട്? ഇത് 2.5 ലിറ്റർ. ഓക്കെ, എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കാം. അവിടെ ഇരിക്കും അതിന്. നമ്മൾ തീരുമാനം മാറ്റി ഗൈസ്, പൗഡർ തന്നെ ആക്കി. കാരണം നമ്മൾ നോക്കുമ്പോൾ നല്ല ലാഭമുണ്ട്. അത് 6 കിലോ ഉണ്ട്. 6 കിലോൻ്റെ റേറ്റ് എത്രയായിരുന്നു? 10.49. മറ്റേ നമ്മൾ 8 സംതിങ് എന്തോ ആയില്ലേ 2.5 കിലോൻ്റെ എടുത്തപ്പോൾ. അപ്പോൾ ഇത് 6 കിലോ ഉണ്ട്. 6 കിലോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനം മാറ്റി ഇതങ്ങ് എടുത്തു അല്ലേ? സീ ഫുഡ്സാണ് ഫുള്ള്.
Oh, what's up? Sorry. Sorry. ഒട്ടെടുക്കല്ലേ? പൊട്ടിപ്പോ സീറ്റ്സ് എടുക്കണ്ടോ? കുറച്ചും കൂടി ലാഭം. പിന്നെ മിക്സ്ഡ് ആയിട്ട് കിട്ടും സ്വീറ്റ്സ്. ആണോ? ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ ഈ സാധനം എടുക്കണോ? ടോപ്പർ സെയിം തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം നമ്മളിപ്പോൾ എടുത്തേക്കുന്നതിൽ ഈ ഫ്രൂട്ട്സ് കണ്ടോ, ഇത് അത് നമുക്ക് ഈ ഇപ്പം എടുത്തേക്കുന്ന അതിനകത്തുണ്ടല്ലേ? പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ലിഡിൽ നിന്നിട്ട് അതാണ് ലാഭം. കഴിഞ്ഞ പ്രാവശ്യം എടുക്കാന്ന് പറഞ്ഞിട്ട് അത് എടുക്കില്ല. ഓക്കെ. ഏകദേശം നിറയാറായി. ഇപ്പം തന്നെ ഏകദേശം നിറയാറായിരുന്നു സഞ്ചി അല്ല ട്രോളി. ഈ പയറും പരിപ്പൊന്നുമില്ലേ? എണ്ണ ഉണ്ട്, എണ്ണ. നീ എന്താ പറഞ്ഞ കോക്കനട്ട് ഓയിൽ മേടിക്കണമെന്ന്? വെജിറ്റബിൾ ഓയിൽ ഒന്ന് നോക്കാം. ആ എന്താ അത്? കടലയോ? ഫ്രൈഡ് ചിക്ക് പി 5 കിലോ. നല്ല റേറ്റിന് കിട്ടും. 5 കിലോന് 8.89. അവിടെ 1 കിലോന് എന്തോ 6.89 അങ്ങനെ 6 സംതിങ് ആയിരുന്നു ഏഷ്യ ഷോപ്പിൽ. ഓക്കെ. ഇത് അസ്തയൊന്നും കിട്ടൂല. അസ്തയിൽ പക്ഷെ കുറച്ചുകൂടെ വില കുറവുണ്ടെന്നുള്ളൂ. എന്നാലും ഇത് ലാഭം നോക്കുമ്പോൾ ഇത് തന്നെയാണ് ലാഭം. ഇതിൽ കിട്ടുന്നാലേ ആ അത് നല്ല വെയിറ്റ് ആയതുകൊണ്ട് വിനോദേട്ടൻ എടുത്തുകൊണ്ട് വന്നു. 5 കിലോ ഉണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ അവിടുന്ന് ജില്ലയിൽ നിന്ന് മറ്റേ അരി മേടിച്ച് പൊടിപ്പിച്ച് അപ്പം ഉണ്ടാക്കുന്നത്. അതിപ്പോ ഞാൻ കുറെ റീല് കണ്ടു. അപ്പല്ല, അപ്പത്തിനും ഉണ്ടാക്കാം. അപ്പത്തിന് നമ്മൾ അരച്ചെടുക്കല്ലേ ചെയ്യുന്നേ. പുട്ടിനും ഉണ്ടാക്കാം. പുട്ട്, ദോശ, അപ്പം, ഇഡ്ഡലി. നമ്മളിപ്പോ ഇഡ്ഡലിന്ന് വാങ്ങിച്ചിട്ട് ദോശയും അപ്പം ഇഡ്ഡലി ഉണ്ടാക്കി. ഇനി അത് വെച്ചൊന്ന് പുട്ടും കൂടി ട്രൈ ചെയ്ത് നോക്കണം അരി വെച്ചിട്ട്. പുട്ടിന്റെ വീഡിയോ കണ്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യണം ഫ്രീ ആവുമ്പോ. നമുക്ക് ഓയിൽ വെളിച്ചെണ്ണ കിട്ടിയില്ല അല്ലേ? അപ്പുറത്തെ സൈഡിൽ നോക്കാം. ബോഡി വാഷ് ഇമ്പീരിയലിന്റെ ബോഡി വാഷ് 5.99. 1, 2, 3, 4 ഉണ്ട്. 500 ml. 5 അല്ല, അതിന് സംതിങ് 8 പൗണ്ട് ആവും ഇൻക്ലൂഡിങ് മാറ്റ് വരുമ്പോഴത്തേക്ക്. കുഴപ്പമില്ല. വെച്ചോ. ഇത് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. കാരണം നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ടേ നല്ല റേറ്റ് ഉണ്ട്. ആ അതും വെച്ചോ. ഉച്ചക്ക് കയറിയതാണ്, ഇരുട്ടാവാറായി. കോസ്കോ കയറിയ ഒരു ദിവസം പോക്കാണ്. ചിക്കൻ ഫ്രൂട്ട്സെല്ലാം കൂടെ ഒരുമിച്ച് അത് ഫുള്ള് ഇത് മാറ്റി ഇതാവുണ്ടല്ലേ ഈ വേണ്ടേ
ഓരോന്നും എടുത്തു തരാം